അപ്പോൾ ഫ്രണ്ട്സ്, നേന്ത്രപ്പഴം കഴിക്കുന്ന ഗൗരാമി അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്ഭുതം. ശ്രീ റോക്കറ്റ് വളരെ പോണത്. ഓ നല്ല ലുക്കല്ലേ. ഓ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒന്ന് എത്തിയത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട മാപ്രാണത്തടുത്താണ്. അപ്പോൾ ഇന്നത്തെ ഫാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഗൗരാമി മാത്രമേ ഉള്ളൂ. ഒരു വെറൈറ്റി ഗൗരാമി ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഫാമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് സ്ഥലം ഇപ്പോൾ മാപ്രാണം പുറത്തുശ്ശേരി. ഈ ഫാമിൻ്റെ പേര് കളപ്പുരയ്ക്കൽ ജെയിൻ ഗൗരാമി ഫിഷ് ഫാം. കളപ്പുരയ്ക്കൽ ജെയിൻ ഗൗരാമി ഫിഷ് ഫാം. അതെ. അപ്പോൾ ഇവിടെ ഗൗരാമി മാത്രമേ ഉള്ളൂ. എത്ര വെറൈറ്റി ഗൗരാമിയാണ് ഇപ്പോൾ ഉണ്ട്? 4 വെറൈറ്റിയാണ് നമ്മൾ ചെയ്യണത്. 4 വെറൈറ്റി. ഓ 4 വെറൈറ്റി ഏതൊക്കെയാണ്? ജെയിൻ ഗൗരാമിന് ബ്ലാക്ക്, പിങ്ക്, ആൽബിനോ, റെഡ് ടൈൽ. ഓക്കെ. അപ്പോൾ കേരളത്തിൽ വളരെ വിരളമായിട്ട് മാത്രമേ ഈ ഗൗരാമി മാത്രം ബ്രീഡ് ചെയ്യുന്ന ഫാമുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ചിലപ്പോൾ ഗൗരാമി ഉണ്ടാവും, പക്ഷേ വേറെയും ഫിഷ് ഉണ്ടാവും. പക്ഷേ ഇവിടെ ഗൗരാമി വേറെ ഫിഷൊന്നും ഇല്ല, ഗൗരാമി മാത്രമല്ല. അപ്പോൾ അതിൽ ചെറിയ സൈസുള്ളത് ഇവിടെ അവൈലബിൾ ആണ്. അത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഇവിടെ കൊടുക്കാനുണ്ട്. അപ്പോൾ വലിയ സൈസും തുടങ്ങിയിട്ട് നമുക്ക് ചെറിയ സൈസിലേക്ക് എത്താം. അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന സൈഡിൽ ബ്ലാക്കിൽ കാണുന്നതിലൊക്കെ ചെറിയ സൈസിലുള്ള നമ്മളെ ഗൗരാമികളുണ്ട്. ഇതൊക്കെ ഇവിടെ ബ്രീഡ് ചെയ്തല്ലേ? എല്ലാം ഇവിടെ ബ്രീഡ് ചെയ്താണ്. അവിടെ അതിന് ബ്രീഡിങ്ങിൻ്റെ ഒരു കേന്ദ്രം തന്നെയാണെന്ന് എനിക്ക് പറയാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഈ ഗൗരാമിൻ്റെ സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്യാം. ഓക്കെ. അപ്പോൾ പേരെന്താ? അരുൺ അല്ലേ? അരുൺ. അപ്പോൾ നമ്മളിവിടെ ഈ കാണുന്ന പോണ്ടിലൊക്കെ ചെറിയ സൈസുള്ളതാ? അതെ. എത്ര ഗൗരാമി ഏതൊക്കെ ഒരു ഐറ്റം വീട്ടിലുള്ളത്? ഇതിപ്പോൾ ആൽബിനോ ഉണ്ട് ഒരു പോണ്ടിൽ. നമ്മൾ ഫ്രണ്ടിൽ കാണുന്നത് ഈ പോണ്ടിൽ ആൽബിനോ ഉണ്ട്. ആ ബാക്ക് കാണുന്ന പോണ്ടിൽ പിങ്കും ബ്ലാക്കും ഉണ്ട്. അതിലും പിങ്കും ബ്ലാക്കാണ്. ഇതിൽ ചെറിയ സൈസ് വ്യത്യാസം ഉണ്ട് രണ്ടും തമ്മിൽ. ഓക്കെ. അപ്പോൾ നമുക്കത് ഇങ്ങനെ വായോണ്ട് പറഞ്ഞാടായില്ല, നമുക്കത് ഫിഷിനെ എടുത്ത് കാണണം. ഇത് കൊടുക്കാനുള്ളതല്ല, നമ്മൾ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ നെറ്റ് ഇതിനായിട്ട് സ്പെഷ്യലായിട്ട് നെറ്റൊക്കെ ഉപയോഗിച്ചാവും അല്ലേ? അതെ അതെ. ഇതിപ്പോൾ എത്ര ആളുള്ള ടാങ്കാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്? ഇപ്പോൾ ഒരു 2.5 അടി 3 അടി ഉള്ളത്. അത്ര ഉണ്ട്. അപ്പോൾ ഇത് എത്ര മാസം പ്രായമായിട്ടുണ്ടാവും ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്? ഇതിപ്പം 3 മാസം പ്രായമായതാണ്. 3 മാസം പ്രായമായ ആൽബിനോ ആണ് കിടക്കുന്നത്. ആൽബിനോ അല്ലേ? 3 മാസം പ്രായമായ ആൽബിനോയുടെ ഗൗരാമിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. അത് നമുക്ക് ഇവിടെ റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടും ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം അതെടുത്ത് നോക്കാം. ഓക്കെ. ആൽബിനോ അല്ലേ? അല്ല ഇല്ലടാ. ഓ ഇനി പിടിക്കണോ? വേണ്ട, മതി. ഇപ്പൊ ഇവിടെ ബ്രീഡ് ചെയ്താണല്ലേ? അതെ അതെ. ഓ ശരിക്കും ഗൗരാമിന്ന് എത്ര കുഞ്ഞുങ്ങളെ കിട്ടും ഒരു വീടിന്ന്? നമുക്ക് നമ്മൾ മുട്ട കളക്ട് ചെയ്തിട്ട് വിരിയിക്കുന്നതാണ്. നമുക്ക് ഏകദേശം 1000 പീസൊക്കെ ഒരു ബ്രീഡിങ്ങിൽ കിട്ടാറുണ്ട്. 1000 കുഞ്ഞു മുട്ട ഇട്ട് കഴിഞ്ഞാൽ 1000 നമുക്ക് കിട്ടലുണ്ടോ? 1000 അല്ല, മുട്ട ഇടുന്നത് ചിലപ്പോൾ 2000-3000 പീസൊക്കെ ഉണ്ടാവും. റിക്കവറി ആയി കിട്ടുന്നത് ഏകദേശം 1000 ഒക്കെ കിട്ടാറുണ്ട്. അപ്പൊ ഇതാണ് ഇപ്പൊ ഇവിടെ ബ്രീഡ് ആയത് അല്ലേ? മറ്റുള്ള ഫിഷിനേക്കാൾ കുറച്ചുകൂടി ഇമ്മ്യൂണിറ്റി പവർ കൂടുന്നു അല്ലേ? ആൽബിനോക്ക് ഇമ്മ്യൂണിറ്റി ഇത്തിരി കുറവാണ്. അതിന് കുറവായിരിക്കും. അല്ല, ഗൗരാമിക്ക് കുറച്ച് ആരോഗ്യം ഉണ്ടാവും. അതെ അതെ. ഇത് എയർ ബ്രീത്തിങ് അല്ല, പുറത്തുനിന്നല്ല എയർ എടുക്കണം. അതുകൊണ്ട് വെള്ളത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും കുഴപ്പമുണ്ടാവില്ല, വലിയ പ്രശ്നം വരില്ല. അപ്പോൾ ഇത് എങ്ങനെ വരും? ഇതൊക്കെ മാർക്കറ്റിലൊക്കെ റേഞ്ച് വരും? ഇതിപ്പോ 75 മാർക്കറ്റിൽ മാർക്കറ്റ് റേഞ്ച് വരും. 80 റേറ്റിൽ 1.5 സൈസാണ് വരുന്നത്. റേഞ്ച് വരും. അത് മൊത്തമായിട്ടുള്ളവർക്ക് സ്പെഷ്യൽ ആയിട്ട് വേറെ വരും അല്ലേ? റേഞ്ച് വരും. റേഞ്ച് വരും കൊടുക്കുന്നുണ്ട്. ഇതിലിപ്പോ തിരിയാനുണ്ട് കേട്ടോ. നമുക്ക് എന്ത് തിരിയാനേ? ഇതിലിപ്പോ ചെറുതുകളും പിന്നെ കണ്ണ് ഓരോന്നും ഇല്ലാത്തതൊക്കെ ഉണ്ടാവും. അങ്ങനെ അതൊക്കെ മാറ്റിയിടും നമ്മൾ മാറ്റിയിട്ട് സെയിൽ ചെയ്യാം. കുറച്ചുകൂടി നല്ല ഹെൽത്ത് ഉള്ളത് മാത്രമേ പുറത്തേക്ക് കൊടുക്കുള്ളൂ. അതെ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഈ കാണിക്കുന്ന സ്ഥലത്ത് 3 പോണ്ട് ഇപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് എടുത്ത് ഇതേമാതിരി എത്ര പോണ്ട് ഉണ്ട് പാടി? ഇതേപോലെ മൊത്തം ഫ്രണ്ടിലും 2 പോണ്ട് കൂടിയാണ്. ഇതേമാതിരി പോണ്ടുകളുണ്ട്. പിന്നെ ബയോഫ്ലോക്കിന്റെ പിന്നെ വലിയ ടാങ്ക്. അതെ. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ വളരെ കുറച്ച് മാത്രമേ കാണിക്കുന്നു, ഇനി വലുതിക്ക് എത്താൻ പോകുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് എത്ര ആഴുണ്ട്? ഒരു 6 അടിൻ്റെ അടുത്ത് ആഴുണ്ടാവും. 5 അടി മേലെ ആഴുണ്ട്. അപ്പോൾ ഇതിലും നമുക്ക് ഫിഷുകൾ ഇതിലുണ്ട്, പക്ഷേ അത് കൂലി എടുക്കുന്നില്ല. കാരണം നമ്മൾ ഇനിയിപ്പോൾ കാണിക്കാൻ പോകുന്ന വലിയ സ്ഥലത്തേക്ക് ഉണ്ട് ബയോഫ്ലോക്കിലെ. അതിന് നമുക്ക് എടുത്ത് കാണിക്കാം. ആ സൈസ് ഈ സൈസൊക്കെ അവിടെ അല്ലേ? ഈ സൈസുകളിലൊക്കെ നമുക്ക് അവിടെ ഉണ്ട്. അവിടെയാണ് നമുക്ക് ഏകദേശം ഈ വലുപ്പമുള്ള അല്ലേ? ഈ വലുപ്പൊക്കെ ഉണ്ടാവില്ലേ? ബ്രീഡിംഗ് പെയറുകൾ അതുണ്ട്. അതൊരു സംഭവമായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ബ്രീഡിംഗ് പെയറിനെ കാണിച്ചിട്ട് നമുക്ക് കുഞ്ഞുങ്ങളെ കാണിക്കാം. ഇതേമാതിരി ടാങ്ക് അവിടെ ഇല്ലേ? അവിടെ പോയി നോക്കാം. ഓക്കെ. അപ്പോൾ അരുണ, ഇതിപ്പോൾ ഈ പോണ്ടിൽ പെട്ടതേ, ഇവർക്കിപ്പോൾ എന്ത് ഫുഡാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഗ്രോവലിന്റെ പോയിന്റ് ഐറ്റം ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഗ്രോവലിന്റെ അല്ലേ? ഗ്രോവൽ. ഇത് നന്നായിട്ട് കഴിക്കും അല്ലേ? ഇതാണ് ഇപ്പോൾ കൊടുക്കുന്നത് സ്റ്റാർട്ടിങ്. ഓക്കെ. അപ്പോൾ ഏറ്റവും ചെറിയ സൈസിൽ എന്താ കൊടുക്കും? അപ്പോൾ നമ്മൾ ആർട്ടിമിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അത് എത്ര വരെ സ്റ്റേജിൽ പോകും? അത് ഏകദേശം 1 മാസത്തോളം കൊടുക്കുന്നു. 1 മാസം. പിന്നെ ഈ ഗ്രോവലിലേക്ക് മാറും അല്ലേ? പിന്നെ ഗ്രോവലിലേക്ക് മാറും.
അത് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഈ ഫുഡ് കൊടുക്കുമ്പോൾ. റിസൾട്ട് ഉള്ളതാണ്. പിന്നെ ഈ ഇതിന്ന് ഇപ്പോൾ നമ്മൾ എത്ര വരെ ഹോൾഡ് ചെയ്യും ഈ സൈസ്? നമ്മൾ 2 ഇഞ്ചൊക്കെ ആകുമ്പോൾ തൊട്ട് സെയിൽ സ്റ്റാർട്ട് ചെയ്യും. ഫ്രണ്ട്സ്, ഇനി നമുക്ക് കുറച്ച് അപ്പുറത്തല്ലേ, അപ്പുറത്താണ് ഫ്രണ്ടിലാണ്. അവിടെ ഇതേമാതിരി നമ്മൾ നേരത്തെ കണ്ട ആ പടുതാക്കുളം അതിലുള്ള കുളം അവിടെ ഉണ്ട്, 2 ഉണ്ട് വലുത്, അവിടേക്ക് കൂടി പോയി നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഗൗരാമി എന്ന് പറയുന്നത് എനിക്കൊരു നല്ലൊരു ബുദ്ധിയുള്ളൊരു ഫിഷ് അല്ലേ. അതെ. പിന്നെ നമ്മളോട് നന്നായിട്ട് ഇണങ്ങും ചെയ്യും. പിന്നെ അവരെ ഓണറെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് കൂടി ഉണ്ടാവും അല്ലേ, നമ്മളെ ഡോഗിനൊക്കെ മാതിരി. അതെ, പരിചയമില്ലാത്തവർ വന്നാൽ പെട്ടെന്ന് വരില്ല, അങ്ങനെയും പ്രശ്നമുണ്ട്. അപ്പോൾ ആദ്യം അരുണിനാണ് അവിടെ നമ്മൾ ആ ടാങ്കിലേക്ക് കാണുന്നത്, അരുണിനാണ് പറഞ്ഞേക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് അത്ഭുതം തോന്നുന്നത് നമ്മളെ നേന്ത്രപ്പഴം. ഇത് കഴിക്കും. ഭയങ്കര ഇഷ്ടമാണ് ഇത്. പിന്നെ ഒപ്പം ചേമ്പിന്റെ അല്ലേ, ചേമ്പിന്റെ അല്ല, പപ്പായ, പിന്നെ പഴവർഗ്ഗങ്ങളെല്ലാം കഴിക്കും. ചക്ക, മാങ്ങ ഒക്കെ കഴിക്കും, എല്ലാ സാധനങ്ങളും കഴിക്കും. അതാണ് നമ്മളെ ഗൗരാമിയുടെ ഫിഷിന്റെ പ്രത്യേകത. നമ്മൾ ഈ കാണുന്ന മനുഷ്യന്മാർ കഴിക്കുന്നതൊക്കെ ഫിഷ് കഴിക്കും. സാധാരണ ഫിഷൊക്കെ പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അവർക്ക് നോൺ വെജ് വേണം, അല്ലെങ്കിൽ പെല്ലറ്റ് ഫുഡ് വേണം. ഇവർക്കാവും നിർബന്ധമൊന്നുമില്ല. നമ്മൾ വീട്ടിലുണ്ടാവുന്ന ചക്ക, മാങ്ങ, ബനാന കഴിക്കുന്ന ആദ്യത്തെയാണ്. അപ്പോൾ ബനാന കൊടുത്ത് വരും, നമുക്ക് വരുമെന്ന് നോക്കി നോക്കാം. അപ്പോൾ അരുണ് കൊടുത്ത അരുണിനെയാണ് ആദ്യം പറഞ്ഞേക്കാൻ പോകുന്നത്. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പരിചയമില്ലല്ലോ, അപ്പോൾ അരുണിനാണ് ശരിക്കും യഥാർത്ഥ ഉടമസ്ഥൻ. അപ്പോൾ അവിടെ പോയാൽ ആ ഫിഷ് വരുള്ളൂ. നമുക്ക് നോക്കി നോക്കാം. ഭയോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അരുൺ ആദ്യം വന്നിട്ട് എൻ്റെ ശബ്ദം കിട്ടണതിന് പിന്നെ അരുൺ വന്നു. എന്നിട്ടാണ് നേന്ത്രപ്പഴം കൊടുക്കുന്നത്. നേന്ത്രപ്പഴം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട്. അപ്പോൾ വരുന്നുണ്ട്, നോക്കി നോക്കാം. എന്നാലും ഫിഷിന് നല്ല ബുദ്ധിയാണ്. എൻ്റെ പുറമേ നിന്ന് ഒരു അപരിചിതമായൊരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അത് വരാനുള്ള ചാൻസ് കുറവാണ്. വരുന്നുണ്ട്. പക്ഷേ വെള്ളത്തിൻ്റെ ഒരു ഗ്രീൻ വാട്ടർ ആയതുകൊണ്ടേ ശരിക്കും അത് കാണാനില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, നേന്ത്രപ്പഴം കഴിക്കുന്ന ഗൗരാമി, അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്ഭുതം. അപ്പോൾ അരുണ്, ഈ നേന്ത്രപ്പഴം എത്ര കൊടുക്കലുണ്ട്? നമ്മൾ മിക്ക ദിവസം കൊടുക്കാറുണ്ട്. അതെ, കൂടുതൽ ആഹാരം ചേമ്പിന്റെ ഇലയാണ്. വലിയൊരു ചേമ്പിന്റെ ഇല അവിടെ ഇട്ടിട്ട് അത് ഏകദേശം കഴിച്ചു അല്ലേ. ഇതിലിപ്പോൾ ഏതാണ് ഉള്ളത് പറഞ്ഞത്? ഗൗരാര ബ്ലാക്ക് ആണ് ഉള്ളത്. ഇതിൽ വരുന്നു. അതിന് ഭയങ്കര ഇഷ്ടമാണ് പഴം. എത്ര സൈസായുള്ളത്? ഇതിപ്പോ ഏകദേശം 8 വയസ്സൊക്കെ ഉള്ള പ്രായം. 8 വയസ്സ്? നേന്ത്രപ്പഴം എന്തുമാതിരിയാണ് കഴിക്കുന്നത്. പഴം ഭയങ്കര ഇഷ്ടമാണ്. ചക്ക അതേപോലെ ഭയങ്കര ഇഷ്ടമാണ്. പഴവർഗ്ഗങ്ങളെല്ലാം കഴിക്കും അവർ. ഓക്കെ ഫ്രണ്ട്സ്, എന്തായാലും ഗൗരാമി ശരിക്കും ഒരു അത്ഭുത ഫിഷ് തന്നെ വേണം പറയാം. നേന്ത്രപ്പഴമാണ് കഴിക്കുന്നത്. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമ്മളെ വീട്ടിലുണ്ടാവുന്ന ചക്കയും മാങ്ങയും ഒക്കെ കഴിക്കും. മറ്റുള്ളത് ചിലപ്പോൾ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അത് വെള്ളം കേടുന്ന് പോകണം, അതിന് പിന്നെ കഴിക്കാം. ഇല്ലെങ്കിൽ അടി പോയത് വേസ്റ്റ് ആവില്ലേ? എടുത്ത് കഴിക്കും. ഒന്ന് വേസ്റ്റ് ആവും. അപ്പോൾ ഇത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവും അല്ലേ. പഴവർഗ്ഗങ്ങൾ അയക്കുന്നത് പെട്ടെന്ന് ഒരു ദഹിച്ചു പോവുകയും ചെയ്യും. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. എന്തായാലും അത്ഭുത ഫിഷ് തന്നെയാണ് നമ്മളെ ഗൗരാമിയുടെ ബ്ലാക്ക് അല്ലേ. അപ്പോൾ ഇതിൻ്റെ വലിയ സൈസ് നമുക്ക് അവിടെ കാണിക്കാം, നമുക്ക് എടുത്ത് കാണിക്കാം. നല്ല അതിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ ഗൗരാമിക്ക് ഹെഡും കൂടി ശരിക്കും വരില്ലേ? കുറച്ച് മെയിലിന് ഹെഡ് ഉണ്ടാവും, ചെറിയ ഹെഡ്. നമ്മുടെ ഫ്ലവർ മാതിരി. നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ 2 പോണ്ട് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിപ്പോ 2 ബ്രീഡിംഗ് പോണ്ടുകളാണ്. അപ്പോൾ ഇനിയാണ് നമ്മൾ യഥാർത്ഥ സ്ഥലത്തേക്ക് പോകുന്നത്. അവിടെ ചെറിയ സൈസ് മുതൽ വലിയ ബിഗ് സൈസുള്ള ഗൗരാമികൾ അവിടെ ഉണ്ട്. അവിടേക്ക് പോയി നോക്കാം. ഓക്കെ. ഒരു വീടിൻ്റെ ചുറ്റുമാണ് നമ്മളെ ഗൗരാമി മാത്രമായിട്ടുള്ള ഒരു ഫാമിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ സൈഡിൽ നമ്മളെ ഗൗരാമിയുടെ കുഞ്ഞുങ്ങളൊക്കെ വളർത്തുന്നുണ്ട്. ഇവിടെയാണ് നമ്മളെ വലിയ സെക്ഷൻ ഉള്ളത്. അപ്പോൾ ഗൗരാമിക്ക് മാത്രമായിട്ട് ഒരു ഫാമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ വളരെയധികം വീഡിയോ നമ്മൾ യൂട്യൂബിൽ തന്നെ ഇട്ടിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ ഗൗരാമിക്ക് മാത്രമായിട്ടുള്ളത്. ഗൗരാമി ഉണ്ടാവും, പക്ഷേ വേറെയും ഫിഷുകൾ അതിൻ്റെ കൂടെ ഉണ്ടാവും. പക്ഷേ ഇവിടെ ഗൗരാമി മാത്രമേ നമുക്കിവിടെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വലിയ വലിയ പോണ്ടിലൊക്കെ അതിൻ്റെ ബ്രൂഡ് സ്റ്റോക്ക് സെറ്റാക്കിയതാണ്. അപ്പോൾ അതാണ് ഇതിൽ ബ്രൂഡ് സ്റ്റോക്ക് സെറ്റാക്കിയിട്ടുണ്ട്. 4-5 ഐറ്റം അവിടെ ഉണ്ട് ഗൗരാമികൾ. ഇതിലും നമ്മൾ ബ്രൂഡ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ കാണിച്ചിട്ട് ഇതൊക്കെ നമ്മൾക്ക് ഇറങ്ങിയിട്ട് വേണം എടുക്കാൻ. അതൊരു സംഭവമാണ്. വലിയ 1.5 അടി 2 അടി വലിപ്പമുള്ള നമ്മൾ ഗൗരാമികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ കൊടുക്കാനുണ്ട്. ഇതിൽ ഫുള്ള് നമ്മൾ ബ്രൂഡാണ്. ഏകദേശം 4-5 പീസ് വലിയ സൈസിലുള്ള ഗൗരാമികൾ ഇതിലുണ്ട്. ഫസ്റ്റ് നമുക്കിത് കാണിക്കാം. പിന്നെ ഇതിൽ ഈ സൈഡിലുള്ള കുഞ്ഞുങ്ങളാണ്. പിന്നെ അവിടെ ഉള്ള സൈഡിൽ അതിലും കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്. ഇതിൽ നമ്മളെ ഇവിടെ റെഡ് ഗൗരാമി ഇവിടെ ബ്രീഡായിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ മെയിൻ ഹൈലൈറ്റ് തന്നെ. പിന്നെ അപ്പുറത്ത് നമ്മളെ ഗൗരാമികളും കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ടാങ്കിൽ നമുക്ക് ഇറങ്ങിയിട്ടും മുകളിൽ നിന്നൊക്കെ നമുക്ക് വീഡിയോ എടുത്ത് നോക്കാം. ഇവിടെ ഇതിപ്പോൾ എന്താ സെക്ഷൻ? ഇപ്പോൾ ഇതിപ്പോ ബ്രീഡിംഗ് സെക്ഷനുകളാണ് എല്ലാത്തിലും. ഇപ്പൊ ഈ ടാങ്കിൽ നമ്മുടെ ബ്രീഡിംഗ് വലിയ ബയോഫ്ലാക്കിന്റെ മാതിരി ടാങ്ക് അല്ലേ? അതെ അതെ. അങ്ങനത്തെ എത്ര ടാങ്ക് ഉണ്ട്? ഇങ്ങനത്തെ 8-10 ടാങ്ക് ഉണ്ട്. അപ്പോൾ ആ ടാങ്കിലാണ് ഇവിടെ വലിയ ബ്രീഡിംഗ് സൈസ് ആയിട്ടുള്ള ഗൗരാമികൾ, പിന്നെ അതിൻ്റെ കൊടുക്കാനുള്ള ചെറിയ സൈസിലുള്ള ഗൗരാമികളൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആദ്യം നമുക്ക് വലിയ സൈസിലുള്ള ഗൗരാമിനെ നോക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാനുള്ള ചെറിയ സൈസുള്ള എത്ര നമുക്ക് തുടങ്ങുന്നുണ്ട്? നമുക്ക് 1.5 ഇഞ്ച് അല്ലേ? 1.5 ഇഞ്ച് നമ്മൾ നേരത്തെ ഇൻട്രോയിൽ കാണിച്ച 1.5 ഇഞ്ച് നമുക്ക്
ഇവിടെ കാണിക്കുന്നുണ്ട്, നമുക്ക് കാണിക്കാം. ഓക്കെ, മെയിലും ഫീമെയിലും നമ്മളെ വീഡിയോയ്ക്ക് യഥാർത്ഥ വീഡിയോ എടുക്കാൻ പോകുന്നത് കുറച്ച് റിസ്ക് ഉള്ള ഒരു പണിയാണ്. ഇത് ഏകദേശം എത്ര സൈസ് ആയത് അപ്പോൾ പറഞ്ഞത്? വയസ്സുണ്ടോ? അപ്പോൾ എത്ര അടി ഉണ്ടാവും? 1.5 അടി. 1.5 2 അടി എത്തുള്ള 1.5 2 അടി എന്ന് പറയുമ്പോൾ ചെറിയ സൈസാണ്, പക്ഷേ അതിൻ്റെ പവർ 1.5 പവറാണ്. നമ്മൾ ജസ്റ്റ് ഇറങ്ങി നോക്കി ശരിക്കും ഇത് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വേണ്ടി ഇറങ്ങിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് ക്ലോസ് വീഡിയോ എടുക്കാം. ഓക്കെ, നമ്മൾ ആ വലിയ സൈസുള്ളവർക്ക് നോക്കി നോക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു മെയിലിനെ പിടിച്ച് നോക്കാം അല്ലേ? ഇതില് 3 മെയിലാണ് കിടക്കുന്നത്. ഇതില് ഓ 3 4 ഉണ്ട്. ഫീമെയിലാണ് കൂടുതലുണ്ട് കേട്ടോ. ഫീമെയിലാണ് കൂടുതൽ വരുന്നത് അല്ലേ? ആ, അതൊരു മെയില്. മെയിലാണ്. ഓ ഓ, ഇത് മെയിൽ തന്നെയാണ്. ഇത് ആ ഓ, പിടിക്കുമ്പോഴേക്കും അത് അടിക്കല്ലേ? അടിക്കും. ഒരു ഓപ്പറേറ്റീവ് അല്ല അത്ര. ആ ഓ ഓ, ഞാനിവിടെ പുതിയൊരു പരിചയമില്ലാത്ത ആളുടെ ഇറങ്ങുമ്പോഴുള്ള പ്രശ്നം അല്ലേ? അതെ. എടുത്തിട്ട് അടി തരാം, നോക്കി നോക്കാം. ഇതിപ്പോൾ ഒരു 1.5 അടി 2 അടിൻ്റെ അടുത്തായി അല്ലേ? ഓ, നമ്മൾ ഇത് ഈ സൈസുള്ളത് കൊടുക്കണില്ലല്ലോ അവിടെ? ഇല്ലല്ലോ. ഇത് നമുക്ക് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? ആ ആ, ഫീമെയിൽ നോക്കാം. ഫീമെയിൽ ചെറിയ സൈസും കുറവാകും അല്ലേ? ഓ ഓ ഓ, ഫീമെയിൽ നല്ല അടി അടിക്കേണ്ടതേ. ഫീമെയിൽ ആ പതിയെ നിർത്താൻ വല്ലാതെ പ്രശ്നമില്ല അല്ലേ? ഓ ഓ ഓക്കെ. ഓ, ശരിക്കും നല്ല ഹമ്പ്. നമ്മള് ഗൗരാമിയിൽ വിരളമായിട്ടുള്ള സംഭവം കാണാൻ പോകണം. റെഡ് ടൈൽ അല്ലേ? അതെന്താ അധികം ഇല്ലാത്തപ്പോൾ? അത് ഇന്ത്യയിൽ അധികം ആൾക്കാരും ബ്രീഡ് ആവണില്ല, പുറത്തുനിന്നാണ് വരുന്നത്. ഓ ഓ, റെഡ് ടൈലായിട്ട്. അപ്പോൾ ഗൗരാമിയിൽ വെറൈറ്റി ആയിട്ട് അധികം അപൂർവമായിട്ട് വരുന്ന ഒരു ഐറ്റാണ് റെഡ് ടൈൽ ഗൗര. ബോഡി ബ്ലാക്ക് ആവും അല്ലേ? ബോഡി ബ്ലാക്ക് ആണ്, വാലും അതിന്റെ പിന്നൊക്കെ റെഡ് കളർ. അതാണ് ആ പേര് വരാൻ കാരണം. അപ്പോൾ അത് ഇവിടെ ബ്രീഡ് ആയിട്ടുണ്ട്. ബ്രീഡായി ഇവിടെ ബ്രീഡായി. അപ്പോൾ അതൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ആ ബ്രീഡ് ആയതിന്റെ കുഞ്ഞുങ്ങൾ എത്ര സൈസ് മുതൽ കൊടുക്കാണ്ട്? നമുക്ക് 2 ഇഞ്ച് മുതൽ കൊടുക്കാം. 2 ഇഞ്ച് മുതൽ കൊടുക്കാം. 2 ഇഞ്ച് വരെയുള്ള എത്ര ഉണ്ട് നമ്മൾ എടുത്തത്? 6 ഇഞ്ച് വരെയുള്ള സൈസ് റെഡ് ടൈൽ ഗൗര കൊടുക്കാനുണ്ട്. അത് എവിടെ നമ്മൾ കേരളത്തിൽ അന്വേഷിച്ചാൽ കിട്ടില്ല. നമ്മൾ അരുണിൻ്റെ ഈ ഒരു ഫാമിലുണ്ട്. അപ്പോൾ അത് നമുക്ക് എടുത്ത് നോക്കാം. ഓക്കെ, റെഡ് ടൈലായിട്ട്. ഓ, ചെറുതാകുമ്പോൾ നല്ല പവറാണ്. അതെ. അപ്പോൾ ഇതെങ്ങനെ മാർക്കറ്റ് റേഞ്ച് നമുക്ക് വരും ഈ റെഡ് ടൈൽ ഇപ്പോൾ ഈ ഒരു സൈസിലുള്ളത്? ഇത് ഒരു 1500 റേഞ്ചിൽ വരും, സ്റ്റാർട്ട് ചെയ്യും. മാർക്കറ്റ് റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യും. ഒരു പീസിന് വരും അല്ലേ മാർക്കറ്റിലൊക്കെ? ഓ ഓ, വളരെ റെയർ ആയതുകൊണ്ട് അതും അല്ലേ? ഓക്കെ. ചെറിയ കുഞ്ഞുങ്ങളുണ്ട് നമ്മുടെ. ശരിക്ക് നല്ല ഭംഗി അതല്ലേ? നല്ല ഭംഗി, അക്വറിയത്തിലൊക്കെ ഇട്ടാൽ നല്ല ലുക്കായിരിക്കും. അപ്പോൾ നമുക്ക് എത്ര പീസ് ഇവിടെ അവൈലബിൾ ആണ് ഈ സൈസുള്ളത്? അധികം ഇല്ല, നമ്മുടെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്. ഇത് ചെറിയ സൈസിൽ എത്ര ഉണ്ടാവും? ചെറിയ സൈസ് നമുക്ക് അത്യാവശ്യം ഉണ്ട്. ഓ ഓ, ഇത് ചെറിയ സൈസ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ഉണ്ടോ? ഈ ടാങ്കിൽ ഇപ്പോൾ ഇതിൽ നമ്മൾ റെഡ് ടൈലിന്റെ തന്നെ 2 ഇഞ്ച് സൈസ് 2 സൈസിൽ നോക്കാം അല്ലേ? കാണിക്കാം. ഓ, ടൈൽമ കളർ വരാൻ എത്ര ടൈം പിടിക്കാവോ? അതൊരു 4 ഇഞ്ച് സൈസ് ഒക്കെ ആവണേ. അപ്പോഴാണ് ടൈൽമ കളർ വരും അല്ലേ? 2 ഇഞ്ച് 2.5 ഇഞ്ച് 2 ഇഞ്ച് 2.5 ഇഞ്ച് ആയതല്ലേ? റെഡ് ടൈലാണ്. അപ്പോൾ ഇതുമേ ടൈൽമ കളർ ഒരു 4 മാസം കൂടി ആവും അല്ലേ? 4 ഇഞ്ച് സൈസ് ആകുമ്പോൾ അല്ലേ? അപ്പോൾ ഇത് എത്ര മാസം പ്രായമായിട്ടുണ്ടാവും? അപ്പോൾ ഇതിപ്പോ ഏകദേശം 3 മാസം കഴിഞ്ഞതാ. 3 മാസം കഴിഞ്ഞു. ഇത് ശരിക്കും അപ്പോൾ എന്തായിരിക്കും മാർക്കറ്റ് റേഞ്ചിൽ പീസൊക്കെ വരുന്നത് ഇപ്പോൾ മാർക്കറ്റിലൊക്കെ? ഇതിപ്പോൾ 400+ സ്റ്റാർട്ട് ചെയ്യും മാർക്കറ്റിൽ അല്ലേ? ഇപ്പം നമ്മൾ നേരത്തെ ഗൗരാമിട്ട് അതേ നോക്കലല്ലേ? വേറെ അതന്നെ വേറെ മാറ്റമൊന്നുമില്ല. റയർ ആയിട്ടേ കിട്ടുള്ളൂ അല്ലേ? നമ്മുടെ ഇവിടെ ബ്രീഡായി കിട്ടിയ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് വളരെ റയറായി, നമ്മൾ നേരത്തെ കുഞ്ഞുങ്ങളെ കണ്ടു. അതിൻ്റെ ഏറ്റവും വലിയ സൈസ് ബ്രീഡിങ് പെയർ ഗൗരാമിയുടെ റെഡ് ടൈല്. അപ്പോൾ അധികം ഇവിടെ ഉണ്ടാവില്ല, ഉണ്ടാവും തന്നെ ഉണ്ട്. പക്ഷേ 1-2 പീസ് ഉണ്ടാവും. ബ്രീഡിങ് ആയിട്ടുണ്ടാവില്ല. പക്ഷേ ഇവിടെ ബ്രീഡ് ആയിട്ടുണ്ട്. അതിൻ്റെ ബ്രൂഡ് സ്റ്റോക്കാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഇറങ്ങി വരണ കിട്ടുകയാണെങ്കിൽ കാരണം ഇവിടെ ഇരുട്ടാണ്. ഒന്നാമത് ഇവിടെ ഗ്രീൻ നെറ്റൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് വീഡിയോയുടെ ഒന്ന് ക്ലാരിറ്റി കുറവുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇറങ്ങിയിട്ടാണ് എടുക്കാൻ പോകുന്നത്. കുറച്ച് ഔട്ടാളില്ലേ?
അതും കാര്യം ബക്കറ്റ് പൊട്ടില്ലല്ലോ. ഒരു എച്ചും തന്നെയാണ് നമുക്ക് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അരുണത് ഇപ്പോൾ എത്ര സൈസ് ആയതാ? അപ്പോൾ നമുക്ക് കാണാൻ പോണേ 6 വയസ്സ്. ഓ ഓ ഓ ഓ. നമ്മളിപ്പോൾ ഈ ബയോഫ്ലാക്കിന്റെ റിങ്ങിലാണ് ഈ ബ്രീഡ് സ്റ്റോക്ക് വളർത്തുന്നത്. ഇവിടെ തന്നെയാണ് ബ്രീഡ് ചെയ്യുന്നത്. അത് കുറച്ചുകൂടി ഫ്രീ സ്പേസ് വേണം. ഒരു 10 അടി ഉണ്ട്. 10 അടിന്റെ റൗണ്ട്. അപ്പോൾ എത്ര അടിയിലെ വെള്ളം നിറക്കിയപ്പോൾ ഇത്? ഇതിപ്പോൾ ഏകദേശം 4 അടി 5 അടി അടുത്ത് വെള്ളം നിറക്കി ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്നാ നമ്മൾ ഈ റെഡ് ടൈലിന്റെ ബ്രീഡ് ലാസ്റ്റ് ചെയ്ത്? ഇപ്പൊ ചെയ്തിട്ട് ഒരു 3 മാസമായിട്ടുണ്ട്. 3 മാസമായി. അതിന്റെ കുഞ്ഞുങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ടത്. അപ്പോൾ ഇവർക്ക് ഇന്റർവെൽ ഉണ്ട്, എത്ര ടൈം കഴിഞ്ഞാൽ അടുത്ത ബ്രീഡിങ്? നമ്മള് കുഞ്ഞുങ്ങൾ സെയിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ബ്രീഡ് ചെയ്യണം. അങ്ങനെ ടൈം ഷെഡ്യൂൾ വെച്ചിട്ട് നമ്മൾ ബ്രീഡ് ചെയ്യണില്ല. ഇല്ല, ഒരു സ്റ്റേജ് കുഞ്ഞുങ്ങളെ കഴിഞ്ഞതിന് ശേഷം അടുത്ത് അപ്പോഴേക്ക് കുറച്ച് ഹെൽത്തി ആവും, നല്ല ഹെൽത്തി ആവും ചെയ്യും. അപ്പോൾ ഇവർക്ക് എങ്ങനെ കണക്കുണ്ടോ? ഒരു ഫീമെയിലോ മെയിലോ അങ്ങനെ നമ്മള് ഗോൾഡ് ഫിഷ്? ശരിക്കും ബ്രീഡിങ്ങിന്റെ സമയത്ത് ഒരു മെയിലും ഒരു ഫീമെയിലും എത്ര പറ്റുള്ളൂ ടാങ്കിൽ ഒരു പേരായിട്ട് മതി. ഒരു പേര് തന്നെ മതി. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബ്രീഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫീമെയിലിനെ മാറ്റി നമുക്ക് വേറെ ഫീമെയിലിനെ ഇടാൻ പറ്റും. അപ്പോൾ അത് സ്വീകരിക്കും മറ്റേ മെയിൽ? കുഴപ്പമില്ല, എടുക്കോ? ഓ ഓ ഓ. അത് പ്രത്യേക ടൈപ്പ് തന്നെ അവരല്ലേ? ചില ഓസ്കാറൊക്കെ ശരിക്കും ഒരു ബ്രീഡിങ് കഴിഞ്ഞാൽ പിന്നെ ആ പേരിനെ ഗൗരിക്ക് അങ്ങനെ ഇല്ല, പ്രശ്നങ്ങളൊന്നും ഇല്ല. ചുരുക്കം പറഞ്ഞാൽ എല്ലാവർക്കും ഇത് വളർത്തിയെടുക്കാൻ പറ്റുമെന്നില്ലേ? എല്ലാവർക്കും വളർത്താൻ പറ്റും, ചെലവില്ലാണ്ട് വളർത്താം. അതെ അതെ. ഈ ചേമ്പിന്റെ ഇലയാണ് ഫുഡ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നേന്ത്രപ്പഴം, ചക്ക, വീട്ടിലുണ്ടാവുന്ന പഴവർഗ്ഗങ്ങളൊക്കെ അവർ കഴിക്കും. അപ്പോൾ വളർത്താൻ ചെലവ് കുറച്ച് കുറവാണെന്ന് പറഞ്ഞത് അല്ലേ? പിന്നെ വെള്ളം ഇവര് ഏറെന്നാണ് ഇവര് വെള്ളം ഓക്സിജൻ എടുക്കുക. അപ്പോൾ വെള്ളം വല്ലാതെ എയറേഷനൊന്നും വലിയ മസ്റ്റൊന്നും ഇല്ല അല്ലേ? അപ്പോൾ അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ആ റെഡ് ടൈലിന്റെ ആ വലിയ സൈസിൽ നമുക്ക് വീഡിയോ എടുത്ത് കാണാം. നല്ല ഭംഗിയല്ലേ? ഇതിപ്പോ ഒരു അടി കഴിഞ്ഞല്ലേ? മേലുണ്ട്. ആ ആ ആ. ഇതിപ്പോ ഏതാ മെയിൽ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുക? ഇപ്പൊ പിടിക്കുന്നത് മെയിലാണ്. ആ ആ ആ ആ. നല്ല കളറിലെ കയ്യിലിരുന്നു. ഓ ഓ ഓ. പിടിവാശിയല്ലേ? അല്ല ഇനി ഫീമെയിൽ പ്രശ്നമുണ്ടോ? വരില്ല. ആ ആ. ഫീമെയിൽ അല്ലേ? ഓ പേടിയായിട്ടല്ലേ? ഇവര് നമ്മള് അൽബിന മറ്റുള്ള ഗൗരാമിന് അത്ര കുഞ്ഞുങ്ങളെ കിട്ടില്ലേ? കുറച്ച് കുറവായിരിക്കും. ഓ ഓ. ഫീമെയിൽ. ആ ആ. ഇതിപ്പോ നമ്മള് മെയിൽ, ഈ കാണുന്നത് മെയിലല്ലേ? ഇതിപ്പോ ഒരു ബ്രീഡിംഗ് പെയർ ആയിട്ടല്ലേ? പെയറായിട്ട് ചില ഫീമെയിലിന് കളർ ഉണ്ടാവും. ഓ ഓ. ആ ഫീമെയിൽ. അതിൽ കൂടുതൽ മെയിലിനാണ് കൂടുതൽ കളർ കാണിക്കുക. മെയിലിനാണ് കാണിക്കുക. കുഴപ്പമില്ല. നമ്മള് ഇതിപ്പോ വലുതൊക്കെ എന്തുകൊണ്ടാണ് ഇവിടെ കൊടുക്കാത്തത്? ഇപ്പൊ വലുത് നമ്മുടെ ബ്രീഡിംഗ് പെയർ മാത്രമേ ഉള്ളൂ. ഓ ഓ. നമ്മള് വലുതാക്കാൻ ഇടാറില്ല. നമ്മൾ ചെറിയ കുഞ്ഞുങ്ങൾ തന്നെ സെയിൽ ചെയ്ത് അവസാനിപ്പിക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. പിന്നെ അതിനുള്ള സ്പേസ് ഇല്ല നമുക്ക്. ചെറിയ കുഞ്ഞുങ്ങള് വലുതാക്കി എടുക്കാനുള്ള ഒരു സ്പേസ് കുറവാണ്. എടുക്കണേ. അപ്പൊ നമ്മള് നേരത്തെ കാണിച്ച ചെറിയ കുഞ്ഞുങ്ങൾ ഈ സൈസിക്ക് എത്തും അല്ലേ? ശരിക്കും ഇത് ഒരു അക്കൂറത്തിലാണ് അത് കൂടുതൽ ഭംഗി വരിക. അതിന്റെ നല്ല ഭംഗിയായിരിക്കും ടെയിലൊക്കെ കാണിക്കുമ്പോ അല്ലേ? അപ്പൊ ഫ്രണ്ട്സ് നമ്മള് റെഡ് ടൈൽ ഗൗരാമിനെ കണ്ടു. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറയാം. നമ്മള് കേരളത്തിൽ വളരെ വളരെ വിരളമായിട്ട് മാത്രമേ ഈ റെഡ് ടൈലിന്റെ ഗൗരാമി ബ്രീഡായിട്ടുള്ളൂ. അപ്പോൾ അത് ഇവിടെ ബ്രീഡായിട്ടുണ്ട്. അതാണ് ഒന്നൊന്നര സംഭവം. അത് ബ്രീഡായിട്ട് ചെറിയ സൈസിലുള്ളതും ഏകദേശം 4-5 ഇഞ്ച് സൈസുള്ളതും നമ്മളെ റെഡ് ടൈലിൻ്റെ ഗൗരാമിയുടെ വിരിച്ചിട്ട്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഗൗരാമിയിൽ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള ഒരു ഐറ്റമാണ് നമ്മളെ റെഡ് ടൈലിൻ്റെ ഗൗരാമി എന്ന് പറയുന്നത്. അത് അക്കൂർത്ത് ഇടുമ്പോഴാണ് അതിന് ശരിക്കും യഥാർത്ഥ ഭംഗി കാണുന്നത്. നമ്മൾ ടാങ്കിൽ കാണിച്ചത് അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടായിരുന്നു. ടൈലുമേയും ചിറകും ഒക്കെയാണ് മെയിനായിട്ട് അതിൻ്റെ റെഡ് കളർ കാണിക്കുക. അപ്പോൾ അതിവിടെ വളരെ ബ്രീഡായിട്ടുണ്ട്. സ്ലോ ഗ്രോത്തും കൂടിയാണ്. അപ്പോൾ അതാണ് വളരെ വിരളമായിട്ട് കേരളത്തിൽ കുറവായിട്ടുള്ളത്. അപ്പോൾ അതിവിടെ നമ്മളെ അരുണിൻ്റെ ഈ ഒരു ഫാമിൽ ഇപ്പോൾ ബ്രീഡായിട്ടുണ്ട്. അപ്പോൾ അത് വളരെയധികം ഒരു ഭാഗ്യം തന്നെ ആയിരിക്കും ഇവിടെ വന്നത്. അത് ബ്രീഡ് ഞാനിപ്പോൾ അധികം എവിടെയും കണ്ടിട്ടില്ല. നമ്മുടെ റിട്ടൈലിൻ്റെ 1-2 പീസ് കണ്ടിട്ടുള്ളൂ. ബ്രീഡായത് കിട്ടിയിട്ട് ഈ ഒരു ഫാമിൽ ബ്രീഡായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ സൈസ് വളരെ പെട്ടെന്നാണ് ഇവിടുന്ന് പോകുന്നത്. കാരണം അത് അധികം ആളത്ത് കേരളത്തിൽ കുറവാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് അത് ഇവിടെ സ്റ്റോക്ക് ഔട്ടായി പോകുന്നുണ്ട്. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് 4-5 ഇഞ്ചുള്ള സൈസുള്ള അതിൽ ചെറിയ സൈസുള്ള റിട്ടൈൽ ഇവിടെ ഉണ്ട്. ഓക്കെ. അപ്പോൾ റെഡ് ടൈലിൻ്റെ കഴിഞ്ഞു. ഇനി നമുക്ക് ഏതാ നോക്കാം? വലുത് ഇനി ബ്ലാക്ക് ഉണ്ട്, പിങ്ക് ഉണ്ട്. ബ്ലാക്കും പിങ്കും നമ്മൾ അവിടെ കണ്ടുണ്ട്. അതിന് വേറെ നമ്മൾ നേന്ത്രപ്പഴം കൊടുത്തത്. അതിൻ്റെ ഇനി നമുക്ക് എടുത്ത് കാണിക്കാം. പിന്നെ പിങ്കും ഉണ്ട് അല്ലേ? പിങ്കുണ്ട്.
റോക്കറ്റ് പോണല്ലേ പോണത്. ഓ ഇത് പൊട്ടും സമ്മതിക്കില്ല പോണു. ജോ എന്താപ്പോ ഇത്. അപ്പോൾ നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത് ബ്ലാക്കാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇറങ്ങിയിട്ടും കാര്യമില്ല. അതിൻ്റെ പവർ കാണും, ഭയങ്കര പവറാണ്. നമ്മൾ അരാപ്പായ്മയൊക്കെ നമ്മൾ വലിയ ടാങ്കിലൊക്കെ ആ ഒരു സൗണ്ടാണ്, അത് ടാങ്കിൻ്റെ സൈഡിൽ അടിക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട്. അപ്പോൾ ആ സൗണ്ട് അത്രയും പവറാണ്. ഇതിപ്പോൾ എത്ര മാസം പ്രായമെന്ന് പറഞ്ഞത്, എത്ര ഏജാണ്? 10 വയസ്സായിട്ടുള്ള നമ്മൾ ഫസ്റ്റ് ഇൻട്രോയിൽ കാണിച്ച ആ നേന്ത്രപ്പഴം കൊടുത്ത ആ ഒരു പോണ്ട് ഉണ്ടല്ലോ, ആ പോണ്ടിലുള്ള ആ ഒരു ബ്ലാക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് കിട്ടുമോ നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ അതിലൂടെ മുണ്ടൊക്കെ വെച്ചിട്ട്, കറുത്ത മുണ്ടൊക്കെ വെച്ചിട്ട് നോക്കല്ലേ. കണ്ണ് പറ്റി പിന്നെ ഒരു സൈലന്റ് അല്ലേ? ആ അങ്ങനെ ഒരു ഇതുണ്ടല്ലേ. ഇപ്പൊ മുണ്ടായിരിക്കണോ? കണ്ണ് കാണില്ല എന്നുള്ളു അല്ലേ? ഓക്കെ ഓക്കെ. ഇതിപ്പോ നമ്മൾ എടുത്തത് മെയിലിനല്ലേ എടുത്തത്? മെയില്. ആ ആ ആ ആ. അപ്പൊ ശരിക്കും കണ്ണ് കണ്ടപ്പോ ഒരു സ്വഭാവം മാറി. ഓ അല്ല വിട്ടപ്പോ എന്താ. അപ്പോൾ അരുണേ, നമ്മളിപ്പോൾ നല്ല ഇമ്മ്യൂണിറ്റി പവറും ശരിക്കും കാണിക്കുന്നില്ല, നല്ല പവറും കാണിക്കുന്നില്ല. സൈഡിലൊക്കെ നല്ല സൗണ്ടൊക്കെ വരുന്നുണ്ട് അവരെ. അപ്പോൾ ഇവര് ഈ സൈഡിലൊന്നും ഇടിച്ചാലാണ് സൗണ്ട് കണ്ടത്. അവർക്ക് പരിചയമില്ലാത്തവരെ കണ്ടാൽ പെട്ടെന്ന് പേടി വന്ന് കുറച്ചുകൂടി വയലന്റ് ആയി തോന്നും. ഓ അതിനെ കിടന്ന് ഓടുണ്ടായിരുന്നത്. നമ്മൾ തന്നെയൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ആൾക്കാരും കൂടുതലുണ്ടല്ലോ. അതെ അതെ. അല്ലെങ്കിൽ തന്നെയാണെങ്കിൽ ഇപ്പൊ അത്ര അഗ്രഷൻ കാണിക്കില്ല. നമ്മൾ ഈ ഇത് ഗൗരവ നമുക്ക് എഡിബിൾ ആണ് ഉപയോഗിക്കാൻ പറ്റില്ല. എഡിബിൾ ആണ്. ബ്ലാക്ക് കുറച്ച് എഡിബിൾ ആണ്. ബാക്കിയൊക്കെ ഒരു ഓർണമെന്റൽ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ആൽബിനും പിങ്കും റെഡ്ടൈലാണ് ഓർണമെന്റൽ ഫിഷ് ആയിട്ട്. അപ്പൊ നമുക്ക് ഈ സൈസ് ഉള്ളത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ എവിടെ കോൺടാക്ട് ചെയ്യാൻ പറ്റും? ഇവിടെ ഇതിന്റെ കുഞ്ഞുങ്ങളാണ് നമ്മൾ സെയിൽ ചെയ്യാനുള്ളൂ. വലുത് നമുക്ക് ഒന്നും നമ്മളിവിടെ സെയിൽ ചെയ്യണില്ല. ഇല്ല, ഓർഡർ ചെയ്താലും കിട്ടില്ല. ഓർഡർ ചെയ്താൽ ഇല്ല. ഫ്രണ്ട്സ്, ഇതാ ഇവിടെ ഒക്കെ ബയോഫ്ലാക്ക് കേട്ടോ, അതിലൊക്കെ ബ്രീഡിംഗ് പേരുകളാണ്. അപ്പോൾ ഇനി ലാസ്റ്റിൽ കാണാൻ പോകുന്നത് പിങ്കാണ്. അത് അത്യാവശ്യം നമ്മൾ നേരത്തെ നമ്മൾ ബ്ലാക്ക് കണ്ടില്ലേ, ഏകദേശം ആ ഒരു സൈസ് തന്നെ ഉണ്ടാവും. ഇപ്പോൾ അത് ഇതാ ഈ വലിയൊരു പോണ്ടിലാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ഇറങ്ങാം. അതിൽ ഞാൻ ഇറങ്ങുന്നുണ്ട്, നോക്കി നോക്കാം. ഇതിലിപ്പോൾ ഏതൊക്കെ ഐറ്റംസ് ആണ് ഉള്ളത്? ഇതിപ്പോൾ 3 എണ്ണം കിടക്കണതിൽ ഒരു മെയിലും 2 ഫീമെയിലാണ്. ആൽബിനാണ് കിടക്കുന്നത്. ഓ നമ്മൾ ഫസ്റ്റിൽ കാണിച്ച ആൽബിനോ അല്ലേ? അതെ അതെ. അതിനെ കുറച്ച് പേര് ഇവിടെ കിടക്കുന്നുണ്ട് നമ്മുടെ. അപ്പോൾ ഇതിൽ അതിൽ ബ്ലാക്ക് ഉണ്ട്. അപ്പോൾ ഒരുമിച്ച് നമുക്ക് കുഴപ്പമൊന്നുമില്ല. അത് കുഴപ്പമില്ല. ഇതിപ്പോൾ ബ്രീഡിംഗ് പെയറുകളാണ് നമ്മളൊരു ടാങ്കിൽ കീപ്പ് ചെയ്യേണ്ടതാണ്. ബ്രീഡിംഗ് സെക്ഷൻ ടൈം ആകുമ്പോൾ നമ്മൾ മറ്റൊരു ടാങ്കുകളിലേക്ക് മാറ്റി ബ്രീഡിംഗ് ചെയ്യിക്കും. ഓക്കെ. ഇതിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം കുറച്ചത് അല്ലേ? വെള്ളം കുറച്ചാണ്. നമുക്കൊന്ന് കിട്ടും നോക്കില്ല കയ്യിൽ. പിങ്കാണ്. നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമ്മൾ പിങ്കിനെയാണ് കാണാൻ പോകുന്നത്. അത്യാവശ്യം നല്ല സൈസ്, ഏകദേശം 2 അടിൻ്റെ അടുത്ത് വലിപ്പമുള്ള പിങ്ക്. അപ്പോൾ നമുക്കത് ഇറങ്ങിയിട്ട് ക്ലോസ് ഔട്ട് എടുക്കാം. പുറത്തുനിന്ന് എടുത്താൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. ഇതിപ്പോൾ ഇവിടുന്ന് കുഞ്ഞുങ്ങൾ ബ്രീഡ് ആയതല്ല നമ്മളിപ്പോൾ കാണിച്ചത്? അതെ ബ്രീഡ് കുഞ്ഞുങ്ങൾ എടുക്കുന്നുണ്ട് നമ്മുടെ. അപ്പോൾ ഇതിപ്പോൾ ഗൗരാമിയുടെ ഇപ്പോൾ ഈ ഒരു പോണ്ട് ഇപ്പോൾ പുറത്താണല്ലോ വെച്ചിരിക്കുന്നത്. അപ്പോൾ പുറത്ത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൊതുവിന് ശല്യം വരില്ലേ? കൊതുവിന് ശല്യം വരുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഗപ്പിന് ഇടുന്ന എല്ലാ ടാങ്കിലും ഗപ്പി കുഞ്ഞുങ്ങളിടും. അപ്പോൾ കുഴപ്പം ഒഴിവായി കിട്ടില്ല. അപ്പോൾ കൊതുക് അപ്പൊ അങ്ങനെ ഒരു ഗുണമുണ്ട് അല്ലേ ഗപ്പികളെ കൊണ്ട്? ഇവര് കൊതുവിനെ തിന്നാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനോട് ഗപ്പികളെ നിറച്ചിരിക്കുക. അതെ, എല്ലാ ടാങ്കിലും ഉണ്ടാവും. നമ്മുടെ എല്ലാ ടാങ്കിലും യൂസ് ചെയ്തിട്ടുണ്ട്. ഗപ്പി ഉണ്ടാവും. വലിയ ഫിഷ് കിടക്കുന്ന എല്ലാ ടാങ്കിലും ഗപ്പി ഇടുന്നു. ചെറുതിലാ കുഴപ്പമില്ല, ചെറുതിനെ ലാർവള തിന്നോളും. അതെ. അപ്പോൾ കൊതുവിന്റെ നമ്മൾ എല്ലാവർക്കും പലർക്കുള്ള സംശയമാണ്, വലിയ പോണ്ടിലൊക്കെ ഈ വലിയ ഫിഷിന് ഇടുമ്പോൾ അതിൽ കൊതുക് വന്ന് മുട്ടയിടാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ കാണിക്കുന്ന ബയോഫ്ലാക്ക് ടാങ്കിലും ഇതേമത്തെ ടാങ്കിലും ഒക്കെ നമ്മളെ ഗപ്പികളെ നിറച്ചിട്ടുണ്ട്. ഗപ്പി എന്ന് പറഞ്ഞ ഒരു മൊസ്കിറ്റോ ലാർവ തിന്നുന്ന ഒരു സംഭവം സൂപ്പറാണ്. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കൊതുവിൻ്റെ ശല്യം ഒഴിവായി കിട്ടും അല്ലേ? ട്രൈ നോക്കിയോ വല്ലത്? പിങ്കിന്റെ മെയിലാണ്. പിങ്ക് ബ്ലാക്ക് അയ്യാ വരുന്നത് അല്ലേ? പിങ്ക് എന്ന് പറയുമ്പോൾ ബ്ലാക്ക് അയ്യാ വരിക. ഓ അത് വല്ല കുറച്ച് സൈലന്റ് ആണല്ലോ. നല്ല ലുക്ക് അല്ലേ? ഓ അതിന്റെ അപ്പുറത്തുള്ളത് ഫീമെയില്. ഫീമെയിൽ ചിലപ്പോൾ അടിക്കൂട്ടാ. ഫീമെയിൽ കുറച്ച് പ്രശ്നമാണ്. ഇത് ഫീമെയിലാണ് പിങ്കിന്റെ. ഇതും ബ്രീഡ് ആയത് തന്നെയാണ് ഇവിടെ. ബ്രീഡ് ആയതല്ലേ? ഫീമെയിലാണ്. ഇതിപ്പോ എത്ര ഏജ് ആയി ഈ പിങ്കിന്? ഇതിന് 8-10 വയസ്സായത് തന്നെയാണ്. 10 വയസ്സായി. അപ്പൊ അതിനോട് ശരിക്കും ഇവരുടെ ലൈഫ് സ്പാൻ എത്ര വരുന്നത്? ഇവർക്ക് നല്ല ലൈഫ് സ്പാൻ ഉണ്ട്. 40 വർഷമൊക്കെ പറയുന്നുണ്ട്. 40 വർഷമോ? അതെ അതെ. അപ്പോ ഓക്കെ. ഇതിപ്പോ അൽബിനോയുടെ ഫീമെയില്. അതെ. ഓ
നമ്മൾ ഫസ്റ്റിലൊക്കെ കാണിച്ചത് അല്ലേ? അതെ അതെ. ഫസ്റ്റിൽ നമുക്ക് ശരിക്കും എടുക്കാൻ പറ്റിയില്ല. നാല് ഒരു നല്ല അടി കഴിക്കുന്നത്. ഇതാണ് ആ ഗപ്പികളല്ലേ? ഏതാ നമ്മള് ഏത് ഗപ്പിയാണ് അത് വരുന്നത്? മിക്സഡ് ഗപ്പിയാണ് ഇട്ടിരിക്കുക അല്ലേ? നമ്മളെ കാലിന്റെ വീട്ടിലാണ് പൂച്ചൊക്കെ വന്നിരിക്കുന്ന മാതിരിയാണ് കാലിന്റെ വീട്ടിലാണ്. എല്ലാം നോക്കി നോക്കട്ടെ. ഇത് നമ്മള് ഫസ്റ്റില് കാണിച്ച ആൽബിനോന്റെ അല്ലേ? അവിടുന്ന് ശരിക്കും ക്ലിയർ ആയിട്ട് മെയില്. അപ്പൊ ഈ ഹെഡ് ശരിക്കും എത്ര ടൈം വരുമ്പോഴാണ് ഹെഡ് വരിക? ഇതിപ്പോ ഏകദേശം 4 ഇയർ ഒക്കെ ആകുമ്പോൾ നല്ല ഹെഡ് വരും. നമ്മുടെ ഫ്ലവർ ഹോണ്ട മാതിരി ഹെഡ് ഇങ്ങനെ വന്നിട്ടിരിക്കും അല്ലേ? ഇപ്പൊ അതിന്റെ മെയില്. അപ്പൊ ഫീമെയിൽ അപ്പുറത്ത് ഫീമെയിൽ അല്ലേ? ഇത് ആൽബിനോന്റെ ഫീമെയിൽ. ആൽബിന്റെ ഫീമെയിൽ. നല്ല വൃത്തി. അപ്പൊ അരുണേ, ശരിക്കും ഗൗരാമിയുടെ ബ്രീഡിംഗ് ഇപ്പൊ എങ്ങനെയാണ്? ബ്രീഡിംഗ് നമ്മൾ ഇങ്ങനെ ഒരു കേജ് സെറ്റ് ചെയ്യണം. ഇത് അത് ഇഷ്ടമുള്ള നമുക്ക് നമ്മുടെ ഐഡിയ പ്രകാരം എങ്ങനെ വേണം ചെയ്യാം. ഈ പിന്നെ റോപ്പിന് പകരം നമുക്ക് നെറ്റ് ഇടാം, അല്ലെങ്കിൽ വേറെ ബക്കറ്റ് പോലത്തെ എന്തെങ്കിലും വേസ്റ്റ് ബാസ്കറ്റ് പോലെ ഹോൾ ടൈപ്പ് അങ്ങനെ എന്തെങ്കിലും വെക്കാം. ഇതിന്റെ ടോപ്പ് വരെ നമ്മൾ വെള്ളം നിർത്തും. ഇവര് എന്നിട്ട് നമുക്ക് കയറിന്റെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുക. ഇവര് തന്നെ കാക്ക കൂട് ഉണ്ടാക്കണ പോലെ തന്നെ കൂട് കൂട്ടിയിട്ടാണ് ഇവര് എന്റെ അടിയിൽ മുട്ടയിടുക. അടിയിൽ നിന്നാണ് എഗ് ചെയ്യുക. പെഗ് വെള്ളത്തിൽ ഫ്ലോട്ടിംഗ് ആയിട്ട് കിടക്കുക. അപ്പൊ അതിലുള്ള ചപ്പും ചോറൊക്കെ നമ്മൾ കൊടുക്കണം. നമുക്ക് ഇതിനാവശ്യമുള്ള മെറ്റീരിയൽ നമ്മൾ കൊടുക്കണം. അപ്പൊ അവര് വന്ന് കൊണ്ടുപോയി അത് കൂടാക്കിക്കോളും. പക്ഷി കൂട് കൂട്ടുന്ന മാതിരി കൂടാക്കും. ഓക്കെ. അപ്പോൾ ഗൗരാമി ഒരു സംഭവമായിട്ട് അവർ കൂട് കൂട്ടിയിട്ടാണ് എഗ്ഗ് ചെയ്യുക. മറ്റുള്ള ഫിഷിനേക്കാൾ ഒരു വ്യത്യാസമുണ്ട്. മറ്റുള്ള ഫിഷൊക്കെ നമ്മൾ ചിലപ്പോൾ ഓടിൻ്റെ പൊട്ട് ടൈലിൻ്റെ പൊട്ടൊക്കെ ചെരിച്ച് വെച്ചിട്ട് അതിൽ എഗ്ഗ് ചെയ്യുക. പക്ഷെ ഇവർ വന്ന് പക്ഷി കൂട് കൂട്ടിയിട്ട് അതിൽ എഗ്ഗ് ചെയ്യണം. എന്നിട്ട് ആ കൂട് അടച്ചു വെക്കും. വീണ്ടും മെറ്റീരിയൽ അതുകൊണ്ട് ഫീമെയിൽ എയറേഷൻ കൊടുക്കും. അതായത് അത്ഭുതം തന്നെ അല്ലേ? അതുകൊണ്ട് നമുക്കൊരു വാലോണ്ട് അടിച്ചുകൊണ്ട് പാസ് ചെയ്തുകൊണ്ട് വെള്ളം റൊട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ എഗ്ഗ് ചെയ്ത് അറിയാൻ ഇപ്പൊ എത്ര ദിവസം കൊണ്ട് വിരിയത്? എഗ്ഗ് ചെയ്ത ഒരു 3 ദിവസം കൊണ്ടൊക്കെ വിരിയും. ആ കുഞ്ഞുങ്ങളെ പിന്നെ കൂടിന് പുറത്താണെങ്കിൽ ഏകദേശം ഒരു 20 ദിവസം കഴിയണം. അതിനുള്ളിൽ തന്നെ കൂട് തന്നെ പുറത്തിറങ്ങാൻ പ്രായമാകുമ്പോൾ അതിന്റെ മെയിൽ വന്നിട്ട് ഈ കൂട് പതുക്കെ പുറത്തേക്ക് കടിച്ച് വലിച്ചെടുക്കും. ആ കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വിടും ചെയ്യും. പിന്നെ കുഞ്ഞുങ്ങളൊന്നും ചെയ്യില്ല അവര്. കെയർ ചെയ്യും. അതെ അതെ. പിന്നെ കുഞ്ഞുങ്ങളെ തന്നെ വലുതായി നമ്മള് കളക്ട് ചെയ്ത് കൊടുക്കണം. അതെ. ഓക്കെ. അപ്പോൾ ഒരു സംഭവം തന്നെയാണ് ശരിക്കും നമ്മളെ ഗൗരാമി എന്ന് പറയുന്നത്. അവർ കൂട് കൂട്ടി അതിൽ എഗ്ഗ് ചെയ്ത് കഴിഞ്ഞാൽ എയറേഷൻ കൊടുക്കുന്നൊരു പ്രക്രിയയുണ്ട്. അതൊരു സംഭവമാണ്. വാലുകൊണ്ട് ഇങ്ങനെ ആക്കി എയർ ഫ്ലോ കൊടുത്തിട്ട് എയർ ചെയ്ത്, അപ്പോൾ അതിലൊരു ടെമ്പറേച്ചർ കീപ്പ് ചെയ്യുക കൂടിനുള്ളിൽ അവരില്ലേ? തീർച്ചയായും മുട്ട വിരിയാൻ വേണ്ടി. അപ്പോൾ ഒരു സംഭവമാണ് നമ്മളെ ഗൗരാമിയുടെ ഈ ഒരു ബ്രീഡിങ്. അപ്പോൾ അതിനായിട്ട് അരുൺ സെറ്റ് ആക്കിയത് അല്ലേ? ഓക്കെ. ഇതിപ്പോ എന്നാ ലാസ്റ്റ് നമ്മൾ ഇവിടെ ബ്രീഡിംഗ് നടന്നപ്പോൾ എന്താണ്? 3 മാസമായി ലാസ്റ്റ് ബ്രീഡ് ചെയ്തത്. ഇവർക്ക് പ്രത്യേക കാലാവസ്ഥ എന്തെങ്കിലും ഉണ്ടോ? മഴക്കാലത്താണ് കൂടുതൽ ബ്രീഡിംഗ് നടക്കുക. മഴക്കാലത്ത്. അതെ. നമ്മളില് കുഞ്ഞുങ്ങൾ സെയിൽ കഴിയണ സമയത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്രെയിനിനനുസരിച്ച് ബ്രീഡ് ആക്കി കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന അവിടെ ബാക്കിൽ ഈ 3 ഉണ്ടല്ലോ, അപ്പൊ ഇതിന് ഒരുമിച്ചിട്ട് ഈ കൂട് വെച്ചാൽ അതായത് ബ്രീഡിങ്ങിന്റെ ടൈം മാത്രമാണ് ഇവർക്ക് സെപ്പറേറ്റ് ടാങ്ക് വേണ്ടി വരുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ചിടാം, പ്രശ്നമില്ല. ഒരു ഏകദേശം ഒരു 10-12 അടി ലെങ്ത് ഉണ്ടെങ്കിൽ ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. ചെറിയ ടാങ്ക് ആണെങ്കിൽ പ്രശ്നമാണ്. പക്ഷെ വലിയ ടാങ്ക് ആണെങ്കിൽ കൂടുതലും എന്തായാലും പ്രശ്നമില്ല. ഇല്ല. അപ്പോൾ നമ്മൾ ഇപ്പൊ ഈ ബ്രീഡിംഗ് കേജ് വെച്ചിട്ടില്ലെങ്കിൽ ഇവര് ബ്രീഡ് ആവില്ല. ഇല്ല. ഇത് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ടെൻഡൻസി വരും. ബ്രീഡിങ്ങിന്റെ ടെൻഡൻസി മെയിലും ഫീമെയിലും തന്നെ തിരിഞ്ഞു മാറി അവര് തന്നെ പിന്നെ കൂടുണ്ടാക്കിക്കൊണ്ട്. ഓക്കെ. അപ്പോൾ അതൊന്നും കാണാൻ നല്ല രസമല്ലേ സംഭവം? ഓക്കെ. അപ്പോൾ ഇനി ഇപ്പൊ വലിയ സൈസുകളൊക്കെ നമ്മൾ കണ്ടു. ഇനിയിപ്പോ ബ്ലാക്കിന്റെയും പിങ്കിന്റെയും ചെറിയ സൈസുകളുണ്ട്. അപ്പോൾ അത് ചെറിയ സൈസിന്റെ നമ്മൾ കൊടുക്കാറുണ്ട്. അത് നമുക്ക് എടുത്ത് നോക്കാം. ഓക്കെ. നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് എത്രയായി? ഇപ്പൊ ഞങ്ങൾ 6 വർഷമായി. 6 വർഷമായി. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അതിന് മുന്നേ തുടങ്ങിയിട്ടുണ്ടാവും. ഇതൊക്കെ 10 വയസ്സായെന്നല്ലേ പറഞ്ഞത്? അതായത് ഞാൻ ബ്രീഡിംഗ് പെയർ എടുത്തതാണ്. അതെ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി ചെറിയ കുഞ്ഞുങ്ങളെ കാണാം. കുഞ്ഞുങ്ങളൊക്കെ ഈ ഒരു ടാങ്കിലല്ലേ? 2-3 ടാങ്കുകളായിട്ടാണ് കിടക്കുന്നത്. ആദ്യം ഇതിന് കാണിക്കുന്ന ബ്ലാക്ക് അപ്പൊ അതിൽ പിങ്ക് ഉണ്ട്, അത് കാണിക്കാം. മതി. അപ്പൊ അരുണ നമ്മളിപ്പോ പിടിച്ചത് ഏതാ പറഞ്ഞത്? ഇത് പിങ്ക് ആണ്. പിങ്ക്. ഇത് 2 ഇഞ്ച് 3 ഇഞ്ച് ടൈപ്പ് 2 ടൈപ്പ് കുഞ്ഞുങ്ങളുണ്ട് ഇതിൽ വരുന്നത്. ഓ 2.5 അല്ലേ? ആ സൈസ് 2.5 കിടക്കണ്ടേ? അപ്പോൾ അത് എന്ത് വരും ഇപ്പോൾ നമ്മളെ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യും? ഇതിപ്പോ 80 തൊട്ട് 120 വരെ സ്റ്റാർട്ട് ചെയ്യും. അതെ, സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. നല്ല ആക്റ്റീവ് അല്ല അവര്?
ഇപ്പം ചെറിയത് ആൽബിനോ കുഞ്ഞുങ്ങളുണ്ട്. ഇതിപ്പോ നമ്മള് ബ്ലാക്ക് അല്ലേ? ബ്ലാക്ക്. ഓ ഓ. എത്ര സൈസ്? 3 ഇഞ്ച് 4 ഇഞ്ച് ടൈപ്പാണ് വരുന്നത്. 3 ഇഞ്ച് 4 ഇഞ്ച് ടൈപ്പ് ആയത്. അതെ. അതൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് എത്ര നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? ഇത് 45 പ്ലസ് വരുന്നുണ്ട്. ഓ ഓ. നമ്മൾ പറയുന്ന റേറ്റ് ഒക്കെ ഇപ്പോൾ റീറ്റെയിലാണ്. ഹോൾസെയിലുകാർക്ക് സ്പെഷ്യൽ റേറ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കിട്ടുന്നത് ഏതിനാണ് വരുന്നത്? ഏറ്റവും കൂടുതൽ ഗ്രോത്ത് വരുന്നത് പിങ്കിനാണ് വരുന്നത്. ഓ ഓ ഓ. പിന്നെയാണ് താഴെ ബാക്കിലൊക്കെ ബ്ലാക്ക്, പിന്നെ ആൽബിനോ, പിന്നെ റെട്ടൈൽ കുറച്ച് സ്ലോ ഗ്രോത്ത് വരുന്നത്. ഏറ്റവും സ്ലോ വരുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് രണ്ടുമില്ലേ, റീറ്റെയിലും ഹോൾസെയിലും ഇല്ലത്? ഇത് രണ്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഹോൾസെയിലുള്ള ഇല്ല, ബ്ലാക്കും പിങ്കും കുറവാണ്. റീറ്റെയിൽ മാത്രമേ ഉള്ളൂ. ആൽബിനോ ഹോൾസെയിൽ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഈ പോണ്ടിൽ ഉള്ളത് ഇതിലിപ്പോ ബ്രെയിനിന്റെ പെയിനാണ് ആൽബിനും പിങ്കും എടുക്കുന്നത്. ഓരോ രണ്ടും മെയിലാണ് എടുക്കുന്നത് അവിടെ. ഇത് ഫീമെയിൽ അല്ലേ? അത് ഫീമെയിൽ അല്ല, അത് ചെറിയ പീസാണ്. ബ്രീഡിങ് കഴിഞ്ഞ റെസ്റ്റിലായിരിക്കും അല്ലേ? ബ്രീഡിങ് ചെയ്യണം, ഇനി മാറ്റി ഇട്ടിട്ടില്ല. ഓക്കെ ഓക്കെ. ഇവിടെ ഈ പോണ്ടിലൊക്കെ ഇതിലൊക്കെ നമ്മള് ചെറിയ കുഞ്ഞുങ്ങളാണ്. ആരെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിടിച്ച് ചെറിയ കുഞ്ഞുങ്ങളല്ലേ? എത്ര സൈസ് അതിൻ്റെ? അപ്പോൾ 2 ഇഞ്ച് സൈസാണ് എടുക്കുന്നത്. 2 ഇഞ്ച് സൈസ് ഉള്ളത്. നോക്കാം. അപ്പോൾ നമ്മളത് ബ്ലാക്കിന്റെ ചെറുത് വരുന്നത് അല്ലേ? എത്ര സൈസ് ആയതെന്ന് പറഞ്ഞത്? 2 ഇഞ്ച് പ്ലസ്. 2 ഇഞ്ച് പ്ലസ് വരുന്നത്. അത് കുറച്ച് വലിപ്പമുള്ളതും ഉണ്ട് അല്ലേ? ഇതിപ്പോൾ എങ്ങനെ നമ്മൾ മാർക്കറ്റ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യും? ഇത് 30 സ്റ്റാർട്ട് ചെയ്യും. 30 സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ. നമുക്ക് രണ്ടും ഉണ്ടാവും, ഹോൾസെയിലും റീറ്റെയിലും ഉണ്ടോ? ഇപ്പം നമുക്ക് റീറ്റെയിൽ മാത്രമേ ഉള്ളൂ, ഇത് ഹോൾസെയിലുള്ള ഇല്ല ഇപ്പോൾ. ഓക്കെ ഓക്കെ. നമ്മൾ അടുത്തത് നോക്കാൻ പോണേ. അടുത്ത ആൽബിനോ 3 ഇഞ്ച് സൈസാണ് നോക്കാം. 3 ഇഞ്ച് സൈസ്. അതിലും കുറേ ഉണ്ടല്ലോ. ഓ, എല്ലാം നടുവിൽ പോയി നിൽക്കല്ലേ? അങ്ങോട്ട് നിൽക്കണ. ഓ, ഭയങ്കര മൊട്ടായി. ഇതിലിപ്പോൾ എത്ര പീസ് ആയിട്ടുള്ളത്? ഇതിപ്പോൾ ഏകദേശം ഒരു 1000 പീസിലുണ്ട്. നല്ല രസമുണ്ടല്ലേ? അതെ. ഓക്കെ ഓക്കെ. ഇതിപ്പോൾ വെള്ളത്തിനായിട്ട് പറ്റിച്ചാ? പറ്റിച്ചിട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത് അൽബിനോ അല്ലേ? ഇത് അൽബിനോ. ഓ, എത്ര ഇഞ്ച് സൈസാണ് അപ്പോൾ നമ്മൾ കാണുന്നത്? ഇത് 3 ഇഞ്ച്. 3 ഇഞ്ച് സൈസായത്. ശരിക്കും അൽബിനോ പിങ്കും തമ്മിൽ എന്താ ഇപ്പോൾ വ്യത്യാസം വരുന്നത്? ആൽബിനോയുടെ കണ്ണ് ചുവന്ന കണ്ണായിരിക്കും. ഓ, അതാണ്. പിന്നെ ശരീരം കുറച്ചും കൂടിയും വൈറ്റ് കളറായിരിക്കും ആൽബിനോയ്ക്ക്. പിങ്ക് കുറച്ചും കൂടി റെഡ് കളറായിട്ട് മിക്സ് ആയിട്ടാണ് വരിക എൻ്റെ ബോഡി. അങ്ങനെ വരിക. അപ്പോൾ എങ്ങനെ ഒരു മാർക്കറ്റ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്തൊക്കെ? ഇതൊക്കെ നമുക്ക് 150 സ്റ്റാർട്ട് ചെയ്യും. അതെ. 3 ഇഞ്ച് സൈസ്. 3 ഇഞ്ച് സൈസിലുള്ളത്. ഹോൾസെയിലാർക്ക് പ്രത്യേക റേറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണിച്ച ചെറുതൊക്കെ നമ്മൾ മേടിച്ച് കൊണ്ടുപോയ ആ ബ്രൂഡിൻ്റെ ആ ഒരു സൈസിക്ക് എത്തും അല്ലേ? എത്തും. അത് വർഷങ്ങൾ എടുക്കൂട്ടാ, പെട്ടെന്ന് ആവില്ല. ടൈം എന്തായാലും വരും. ഗൗരാമിക്ക് സ്ലോ ഗ്രോത്ത് ആണ്. പിന്നെ ലൈഫ് ടൈം എന്തായാലും 40 വർഷം ഉണ്ടായിരുന്നു. അധികം അസുഖങ്ങൾ വരുന്നില്ല. അപ്പോൾ നമ്മൾ നേരത്തെ അൽബിനോ, പിങ്ക്, ബ്ലാക്ക് ഒക്കെ കാണിച്ചു. അപ്പോൾ 3 ഇഞ്ച് സൈസ് അല്ലെങ്കിൽ ഈ 3 സൈസ് വലിയ ഭംഗിയൊന്നും ഇല്ലല്ലോ. പക്ഷേ അത് വലിപ്പം കൂടുമ്പോഴുള്ള അതിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ ആ വിങ്സും ഇതൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിരുന്നു അല്ലേ? അതെ അതെ. അപ്പോൾ ഇതിൻ്റെ ബ്രീഡിങ്ങിന് ഇപ്പോൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ചെറിയ സൈസ് ഇപ്പോൾ ഫീമെയിലും മെയിലും തിരിച്ചറിയാൻ സാധിക്കില്ലല്ലോ? അറിയില്ല. നമുക്ക് ഏകദേശം ഒരു 2.5-3 വയസ്സെങ്കിലും ആവണം. 3 വയസ്സാവണം. അതിൻ്റെ ഷേപ്പ് നോക്കിയിട്ടാണ് നമ്മൾ ആൽബിനോയൊക്കെ മെയിലും ഫീമെയിലും തിരിച്ചറിയാൻ മനസ്സിലാവാൻ സാധിക്കുള്ളൂ. അപ്പോൾ ബ്രീഡിങ്ങിന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് മേടിച്ച് കൊണ്ടുപോയിട്ട് സൈസ് ആക്കിയിട്ട് ബ്രീഡിങ് ചെയ്യാൻ ഉദ്ദേശിക്കാം. അതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏതൊക്കെ ഇതിലിപ്പോൾ ഈ ഹോൾസെയിലും റീറ്റെയിലും ഉള്ളത് ഇപ്പോൾ ഏതൊക്കെയാണ്? ഇപ്പോൾ ഹോൾസെയിൽ ആൽബിന് മാത്രമേ ഉള്ളൂ നമ്മളിൽ. റീറ്റെയിൽ ബാക്കി 3 റീറ്റെയിൽ മാത്രമേ ഉള്ളൂ. ബ്ലാക്കും പിങ്കും ഹോൾസെയിൽ ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് കുറവാണ്. നമുക്ക് ഏതാ കാണിക്കാമല്ലോ? ഇനി നമുക്ക് ആൽബിനോൻ്റെ തന്നെ 2 ഇഞ്ച് സൈസ് കാണിക്കാം. അവിടെ നോക്കാം. ഇവിടെ നമ്മൾ പപ്പായുടെ ഇലകൾ, ചേമ്പിൻ്റെ തണ്ട് ഇതുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ ഗൗരാമിക്ക് കൊടുക്കുന്നത്. സാധാരണ ഒരു ഫിഷ് ഫാമിക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പെല്ലറ്റ് ഫുഡുകളാണ് കാണുക. ഇവിടെ അതല്ല കാണുക. ഇവിടെ
ചേമ്പിൻ്റെ തണ്ട് ഇതൊക്കെ മതി നമ്മളെ ഗൗരാമിക്ക്. അപ്പോൾ വളർത്താൻ ചിലവ് കുറഞ്ഞ ഏറ്റവും ഒരു പരിപാടിയാണ് നമ്മൾ ഈ ഗൗരാമി പറയുന്നത്. പറഞ്ഞാൽ നമ്മൾ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ മാതിരി നമ്മൾ വളരെയധികം ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഗൗരാമിനെ വളർത്തിയെടുക്കാൻ പറ്റും. പെല്ലറ്റ് ഫുഡുകളൊന്നും വേണ്ട, നമുക്ക് ഈ വീട്ടിൽ വളരെ ചിലവ്. അതിലിപ്പോൾ എന്താ ചിലവ്? നമ്മുടെ വീട്ടിൽ ഏത് വീട്ടിൽ നോക്കിയാലും നമ്മളെ പപ്പായ ഇല, ചേമ്പിൻ്റെ ഇല അതൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കൊടുത്ത് നമ്മൾ ഗൗരാമിനെ വളർത്തിയെടുക്കാൻ പറ്റും. അടുത്തത് നോക്കാൻ പോണ ഏതാ? ആൽബിനോന്റെ 2 ഇഞ്ച് size ആണ്. അല്ലേ? ഓ പിങ്കിന്റെ ചെറുത് വരുന്നത് 2 ഇഞ്ച് സൈസ്, 2 ഇഞ്ച് സൈസ് ആയത് അല്ലേ? അപ്പോൾ ഇത് എങ്ങനെ വരും മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ? ഇതൊക്കെ ഇത് 120 സ്റ്റാർട്ട് ചെയ്യും. ഏത് ഹോൾസെയിലാർക്ക് സ്പെഷ്യൽ റേറ്റിൽ വരും. ഒന്നിച്ച് കാണുമ്പോൾ ഭയങ്കര ഭംഗിയില്ല വരുത്. അപ്പോൾ നമ്മളെ കളപ്പുരയ്ക്കൽ ജയൻ ഗൗരാമി ഫിഷ് ഫാമിൽ നമ്മളിപ്പോൾ ഈ കാണിച്ച ഫിഷുകളൊക്കെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ കേരളത്തിൽ ഇങ്ങനെ ഇത്രയും അധികം ഗൗരാമികൾ വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ സാധനം ഇതിപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ കാണുന്നത് ആൽബിനോ അല്ല, ഇതിപ്പോൾ നമുക്ക് ഹോൾസെയിൽ ഉണ്ടാവും. ഹോൾസെയിൽ ഉണ്ട്. അപ്പോൾ ഹോൾസെയിലായിട്ട് എടുക്കുന്നവർക്ക് സ്പെഷ്യലായിട്ട് ഓരോന്ന് ഓഫർ ഉണ്ടാവും. അപ്പോൾ റീറ്റെയിലായിട്ട് വേറെ, ഹോൾസെയിലായിട്ട് സ്പെഷ്യലായിട്ട് അവർക്ക് വേറെ കൊടുക്കും അല്ലേ? കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് നമ്മളെ ഗൗരാമിയുടെ ഫാം? അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മുടെ റെഡ് ടെയിൽ ഗൗര. അതാണ് വീണ്ടും പറയാൻ കാരണം, അത് വളരെ വിരളമായിട്ട് അത് ബ്രീഡാവുള്ളൂ. അപ്പോൾ അതിവിടെ ബ്രീഡായിട്ട് അതിൻ്റെ കൊടുക്കാനുള്ള സൈസ് കൂടെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് മേടിക്കാൻ പറ്റും നമുക്ക്? തീർച്ചയായും. ഇവിടെ വന്ന് മേടിക്കണമെങ്കിൽ റൂട്ട് എങ്ങനെയാണ്? നമ്മുടെ സ്ഥലം വരുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട പുറത്തിശ്ശേരിയാണ് സ്ഥലം വരുന്നത്. ഇവിടെ നമുക്ക് വിളിച്ചിട്ട് വരാം, നമ്മുടെ നമ്പർ ഇതിൽ കൊടുക്കാം. അപ്പോൾ എല്ലാ ഇപ്പോൾ ഉണ്ടാവും? ഇപ്പോൾ എല്ലാ ടൈമിലും ഉണ്ടാവുന്നില്ല, ആപ്പിളും വിളിച്ചിട്ട് വരാം. വീടാണ് നമ്മുടെ. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇതെങ്ങനെ കൊറിയർ ആയിട്ടുണ്ടാവും? അപ്പോൾ നമുക്ക് കൊറിയർ ഇപ്പം നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടില്ല, അടുത്ത മാസം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ നമ്മൾ ഹൈവേ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നുണ്ട്. ഹൈവേയിൽ എല്ലാവരും ഓൾ കേരള നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ അടുത്തുള്ളവർക്ക് ഒന്ന് കളക്ട് ചെയ്യാൻ പറ്റും? ഹൈവേയിൽ വന്ന് കളക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നാഴ്ച തന്നെ കിട്ടും? ഇന്നാഴ്ച തന്നെ കിട്ടും. മറ്റേത് അടുത്ത മാസം തുടങ്ങുന്നത്? കൊറിയർ അടുത്ത മാസം ഒരു പകുതിയോട് കൂടി തുടങ്ങുള്ളൂ. ഓക്കെ. അപ്പോൾ ഇവിടെ ഹൈവേ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. അടുത്ത മാസം ഇവിടുന്ന് റീറ്റെയിലായിട്ട് ഓൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ ആവും. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ ഫാം? ഗൗരാമിയുടെ മാത്രമായിട്ടുള്ള ഫാം അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ നമുക്ക് എല്ലാ ഷൂട്ടും അതുകൊണ്ട് എല്ലാവർക്കും ബൈ.